ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. തഗ് ലൈഫ് എന്ന സിനിമ 5-ാം തീയതി റിലീസാകുന്നു. 6-ാം തീയതി വൈകിട്ട് 6 മണിക്കുള്ള ഷോയ്ക്ക് ഒരു തിയേറ്ററിൽ എത്താൻ തീരുമാനിക്കുന്നു. എന്നോടൊപ്പം 9 വയസ്സായ മകനും കൂടെ ഉണ്ടായിരുന്നു. തിയേറ്ററിൽ 6 മണിക്കാണ് സിനിമ തുടങ്ങുന്നത്. ഞങ്ങൾ അവിടെ എത്തിയത് 5:45-നാണ്. അവിടെ എത്തി കുറച്ചു നേരം നിന്നപ്പോഴേക്കും ആരും കാണുന്നില്ല. അപ്പോഴേക്കും തിയേറ്ററുകാർ പറഞ്ഞു ഒരു 10 പേരെ കിട്ടിയാൽ സിനിമ ഓട്ടിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ 6 മണി വരെ നിന്നു. പക്ഷേ ആരും വന്നില്ല, സിനിമ ഓട്ടിച്ചതുമില്ല. പിന്നെ അവിടെ നിന്നില്ല, ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. എന്തായാലും ഞങ്ങൾ അടുത്തൊരു പാർക്കുണ്ട്, ഒരു 4 കിലോമീറ്റർ മാറി ഒരു പാർക്കുണ്ട്. പാർക്കിനോടനുബന്ധിച്ച് ഒരു തിയേറ്ററുമുണ്ട്. ആ കൊച്ചുകുട്ടിയും കൂടെയുള്ള ആണല്ലോ എന്നുള്ള അർത്ഥത്തിൽ പാർക്കിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം എന്നുള്ള അർത്ഥത്തിൽ അങ്ങോട്ട് പോയി ഒരു 6:15 കഴിയുമ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തുന്നു. അവിടെ ഒത്തിരി ഫാമിലികൾ കുട്ടികളോടൊപ്പം പാർക്കിലുണ്ട്. അവിടെയും തിയേറ്ററിൽ ആൾക്കാരൊന്നും വന്നതായിട്ട് കാണാനില്ല. എങ്കിലും ഒരു 6:30 അടുപ്പിച്ചായപ്പോൾ ഈ പാർക്കിൽ കളിച്ചുകൊണ്ട് നിന്ന ഫാമിലി കുട്ടികളോടൊപ്പം തിയേറ്ററിൽ കയറുന്നു. അപ്പോൾ ഞങ്ങൾക്കും ഒരു ആഗ്രഹം തോന്നി, എന്തായാലും വന്നതല്ലേ സിനിമ കാണാമെന്നുള്ള അർത്ഥത്തിൽ ആ തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് കയറുന്നു. എന്തു ഭാഗ്യമെന്ന് പറയട്ടെ, ഒരു 13 പേരുണ്ടായിരുന്നു ആ തിയേറ്ററിൽ സിനിമ കാണാൻ. എന്തായാലും ആ തിയേറ്ററുകാർ 13 പേർക്ക് വേണ്ടിയിട്ട് ആ സിനിമ ഓട്ടിച്ചു എന്നുള്ളത് തന്നെയാണ് വലിയ ഭാഗ്യം. അങ്ങനെ തിയേറ്ററിൽ കയറി സിനിമ കാണാൻ തുടങ്ങുന്നു. ഇനി നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസിലേക്ക് പോകാം. അങ്ങനെ സിനിമ തുടങ്ങുന്നു. സിനിമയുടെ ഫസ്റ്റ് തുടക്കം സ്റ്റാർട്ടിങ് തന്നെ കുഴപ്പമില്ല, നല്ല രീതിയിൽ 1994 നടന്ന ഒരു ഗാങ്സ്റ്റാർ ബേസ് ചെയ്തുള്ള ഒരു സംഭവമാണ് ഫസ്റ്റിൽ കാണിക്കുന്നത്. കൊള്ളാമായിരുന്നു, നല്ല മേക്കിംഗ് ആയിരുന്നു, കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നതാണ്. ആ സിനിമ അങ്ങനെ തന്നെ പോകുമെന്ന് എന്റെ ഉള്ളു പറഞ്ഞു. പക്ഷേ തെറ്റിപ്പോയി. എന്റെ ചിന്തയാകെ നശിപ്പിച്ചുകൊണ്ട് ആ സിനിമയിൽ ഒന്നിനും കൊള്ളാത്ത രീതിയിലേക്ക് കഥയെ കൊണ്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ചിന്തിക്കുന്ന പോലെ ആയിരിക്കണമെന്നില്ലല്ലോ അതിലെ ഡയറക്ടറും അല്ലെങ്കിൽ അതിലെ കഥയും പോകാനുള്ളത്. എങ്കിലും കാണുന്ന എനിക്കൊരു ചിന്ത ഉണ്ടായി എന്നതാണ് സത്യം അതിന്റെ തുടക്കം കണ്ടപ്പോൾ. ശരി, നമുക്ക് ബാക്കി പറയാം. ഈ ചിത്രം ഒരു ഗാങ്സ്റ്റാറിന്റെ കഥയാണ് പറയുന്നത്. ഇതിനു മുൻപ് പല സിനിമകളിലും കണ്ട അതേ അനുഭവമാണ് എനിക്കുണ്ടായത്. പക്ഷേ ആ പോയ കാലങ്ങളിൽ കണ്ട സിനിമ കണ്ടിരിക്കാൻ തോന്നുന്ന രീതിയിലായിരുന്നു ആ ചിത്രങ്ങളെല്ലാം. പക്ഷേ ഇത് കാണും തോറും ഇതിനെന്ത് പറ്റി, എന്തിങ്ങനെ ചെയ്തു, എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, ഈ ഡയറക്ടർ എന്ത് സംഭവിച്ചു, ഒരു നല്ലൊരു ആക്ടറും ഒന്നല്ല ഒത്തിരി നല്ല ആക്ടറും നല്ല ടെക്നീഷ്യന്മാരുമൊക്കെയാണ് ചിത്രത്തിൽ ഉള്ളത് എന്നതു കൊണ്ട് തന്നെയാണ് ഞാനും ആ സിനിമ കാണാൻ തീരുമാനിച്ചത്. പക്ഷേ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ചിന്തകളെല്ലാം പരാജയപ്പെട്ടു പോയി. കാരണം നല്ലൊരു ഡയറക്ടറാണല്ലോ, മോശമായിട്ടുള്ള ചിത്രം ചെയ്ത ഡയറക്ടർ അല്ല അത്, നല്ല ലെജൻഡറി ആയിട്ടുള്ള ഡയറക്ടറാണ്. ലെജൻഡറി ആയിട്ടുള്ള നായകനാണ്, കമലഹാസൻ ആണ് അതിലെ നായകൻ. അതോടൊപ്പം ചിദംബരനുമുണ്ട്. ഇവരെയൊക്കെ കണ്ടിരിക്കാം, നല്ലതാകും എന്നായിരുന്നു എൻ്റെയും പ്രതീക്ഷ. ഇതിലെ കമലഹാസൻ ചെയ്യുന്ന നായകന് ഒരു ഫാമിലിയുണ്ട്. ഈ ഫാമിലിയോടൊപ്പം തന്നെ മറ്റൊരു സെറ്റപ്പും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയായിരുന്നു ആ സിനിമയെ ഈ സിനിമയെ നശിപ്പിക്കാൻ വേണ്ടിയാണ് തൃഷ എന്ന നടിയെ കഥാപാത്രമാക്കി അവിടെ എടുത്ത് പ്രതിഷ്ഠിച്ചത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കും. ആ കഥാപാത്രം ഒഴിവായിരുന്നുവെങ്കിൽ ഈ സിനിമ കുറച്ചുകൂടി വിജയിക്കുമായിരുന്നു എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. എല്ലാവരും അങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് അറിയത്തില്ല. അത്രയും വൾഗറായിട്ടുള്ള സംഭവങ്ങളാണ് ഈ കഥാപാത്രം വെച്ച് ഈ സിനിമയിൽ കാണിക്കുന്നത്. ഈ കഥാപാത്രത്തിന്റെ ആവശ്യമേ ഈ സിനിമയ്ക്കകത്തില്ല. അത് ഡയറക്ടർക്ക് പറ്റിയ തെറ്റാണ്. കഥ എഴുതിയപ്പോൾ സിനിമയിൽ കാണിക്കേണ്ട കാര്യങ്ങൾ സിനിമയിൽ കാണിക്കുക, അല്ലാത്തത് ഒഴിവാക്കുക എന്നുള്ളത് ഡയറക്ടറിന്റെയും കൂടെ ഒരു കാഴ്ചപ്പാടാണ്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ജനങ്ങളും മണ്ടന്മാരല്ല എന്ന് ചെയ്യുന്നവർ ചിന്തിക്കണം. ആ ചിന്ത ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ആ കഥ ചെയ്തു വെച്ചത്. കമലഹാസന്റെ പോയ കാലങ്ങളിലുള്ള എല്ലാ സിനിമകളിലും കാട്ടുന്ന മാസ്റ്റർ പീസ് ഇതിനകത്തും കാണിക്കുന്നുണ്ട്. പഴമക്കാർ പറയുന്നുണ്ട്, അണ്ണാൻ വയസ്സായാലും മരം കയറ്റം മറക്കില്ല എന്ന്. അതേ സംഭവമാണ് കമലഹാസന്റെ കഥാപാത്രം ഇതിനകത്തൂടെ ചെയ്തു പോകുന്നത്. അത് കാണുന്നവർക്കറിയാം, അത്രയും വൾഗറായിട്ടാണ് ഇതിനകത്ത് ചില സംഭവങ്ങൾ. ഇത് തീരത്തുമില്ല, എന്താ ഇത്, കണ്ടിരിക്കാൻ ബോറുമാണ്, എണീറ്റ് പോകാൻ പോകുന്ന അവസ്ഥയാണ് കഥ. കാരണം അതുകൊണ്ട് തന്നെയാണ് ഒരു തിയേറ്ററിലും ആൾക്കാരില്ലാത്തത് എന്ന് പറയേണ്ടി വരും. പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് പറയാനുള്ളത്, എത്ര തല്ലിക്കൊന്നാലും ചാകാത്തൊരു നായകൻ, വെടിവച്ച് വെട്ടി നുറുക്കിയാലും ചാകാത്തൊരു നായകൻ, അതാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ളൊരു പരാജയ കാരണം. അതിനോടനുബന്ധിച്ച ഒരു സീന് പറയാം. ഈ സിനിമ കണ്ടിട്ട് എൻ്റെ മകൻ എന്നോട് ചോദിച്ചതാണ്, ഈ നായകനെ മഞ്ഞുമലയുടെ മുകളിൽ വെച്ച് 2-3 വെടിയെല്ലാം വയറ്റിൽ കൊള്ളുന്നു, എന്നിട്ട് എടുത്ത് താഴെ ഇടുന്നു.
താഴെ ഇടുന്ന സമയത്ത് 7-8 മരങ്ങളുടെ ചില്ലയല്ല, വലിയ കൊമ്പുകളെല്ലാം വന്ന് കുറുക്കിലും എല്ലായിടത്തും വീണ് ഒടിഞ്ഞ് ആ കൊമ്പുകളെല്ലാം മുടിച്ചുകൊണ്ടാണ് താഴെ വന്ന് വീഴുന്നത്. എത്രയോ മുകളിൽ നിന്നും താഴെ വന്ന് വീഴുന്നതാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. എൻ്റെ മകൻ ചോദിച്ചതാണ്, ഇത്രയും ചെയ്തിട്ട് ആ നായകൻ പിന്നെ എങ്ങനെയാണ് ജീവിച്ചതെന്ന്. എന്നിട്ട് 2 വർഷം കഴിഞ്ഞ് ഈ നായകൻ വീണ്ടും നന്നായി എണീറ്റ് വരുന്നതായിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. അതേ സംഭവം ഇതെങ്ങനെ എന്ന് എൻ്റെ മകൻ എന്നോട് ചോദിച്ചു. അപ്പോൾ എനിക്കും ആ ചിന്ത പോയി. പക്ഷേ എൻ്റെ മകനുള്ള ബുദ്ധി പോലും ഇത് മേക്ക് ചെയ്തവർക്കില്ലാതെ പോയല്ലോ എന്ന് പറയേണ്ട ഒരു അവസ്ഥയിൽ എനിക്കിത് പറയേണ്ടി വരുന്നത്. എന്തായാലും സിനിമ എല്ലാവരും കാണാൻ പറ്റുന്നവരൊക്കെ കാണൂ, താല്പര്യമുള്ളവരൊക്കെ കാണൂ. കണ്ടിട്ട് അഭിപ്രായം നിങ്ങൾക്കും പറയാം. നിങ്ങളും സിനിമ കണ്ടിട്ട് അഭിപ്രായം രേഖപ്പെടുത്തൂ. ഓക്കെ, ബൈ. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.